ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയേക്കും. മുഖ്യമന്ത്രി രാത്രി സെക്രട്ടേറിയറ്റിൽ. സർക്കാർ ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. നടപടി DGPയുടെ റിപ്പോർട്ടിന് പിന്നാലെ. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, അല്പസമയം മുൻപാണ് മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലെത്തി മടങ്ങിയത്. ADGPക്കെതിരെ ഉടൻ നടപടി ഉണ്ടാകുമോ? വിശദാംശങ്ങൾ. വൃന്ദ, ADGP MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. അതായത് പ്രത്യേകിച്ചും ഈ ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ വിഷയം പൂർണ്ണമായും കടന്നിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ വലിയ ഒരു ആരോപണങ്ങളെല്ലാം ഉയർന്നു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്ക് ഇതിൽ നിന്ന് പിന്മാറി ഒഴിഞ്ഞു മാറാൻ സാധ്യതയില്ല. അത്തരത്തിലുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. തുടരുക, ADGP അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ വാർത്തയുടെ വിവരങ്ങളുമായി ലിബീഷ് ചേരുന്നു. ലിബീഷ്, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ADGP അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയിരിക്കുന്നു. പകരം ആരാണ്? മറ്റു വിശദാംശങ്ങൾ. ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റി ബറ്റാലിയൻ ADGP ആക്കിയിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു. ക്രമസമാധാന ചുമതലയിൽ നിന്നും ഒടുവിൽ ADGP MR അജിത് കുമാറിനെ മാറ്റിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി ആണ് ആ തീരുമാനമെടുത്തത്. അദ്ദേഹം അല്പം മുൻപ് സെക്രട്ടേറിയറ്റിലെത്തി മടങ്ങി. മുഖ്യമന്ത്രി തന്നെയാണ് ആ തീരുമാനത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. വളരെ വിശദമായ കൂടിയാലോചനകൾ, ചർച്ചകൾ എന്നിവയ്ക്കെല്ലാം ശേഷമാണ് തൻ്റെ വിശ്വസ്തനെ കൈവിടാം എന്നുള്ളൊരു തീരുമാനത്തിൽ മുഖ്യമന്ത്രി എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെ കാലമായി കേരളം, രാഷ്ട്രീയ കേരളവും മറ്റു പൊതുസമൂഹവും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ADGP MR അജിത് കുമാർ ഇനി സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയിലില്ല. അദ്ദേഹം ബറ്റാലിയൻ ADGP ആയി മാറിയിരിക്കുകയാണ്. ഏറ്റവും വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ യാതൊരു ഗത്യന്തരവുമില്ലാതെ കൈവിട്ടിരിക്കുന്നത്. കാരണം അത്രയേറെ ശക്തമായ സമ്മർദ്ദമാണ് മുഖ്യമന്ത്രിക്ക് മേൽ ഉണ്ടായിരുന്നത്. അതിനൊപ്പം തന്നെ DGPയുടെ അന്വേഷണ റിപ്പോർട്ടും ഇക്കാര്യത്തിൽ നിർണായകമായി. ഇന്നലെയാണ് DGP അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് സമർപ്പിച്ചത്. 2 ദിവസം വൈകിയാണ് അദ്ദേഹം വളരെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത്. അതിൽ അജിത് കുമാറിനെതിരെ വളരെ ശക്തമായ കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിന് മുമ്പ് ഇന്ന് രാവിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായും പ്രൈവറ്റ് സെക്രട്ടറിയുമായും ഒക്കെ മുഖ്യമന്ത്രി ആലോചിച്ചു. പാർട്ടി നേതാക്കളുമായി, പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി ആശയവിനിമയം നടത്തി. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ആ തീരുമാനത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. MR അജിത് കുമാറിനെ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായൊരു സൂചന പുറത്തു വന്നിരുന്നു. ശബരിമല അവലോകന യോഗത്തിൽ നിന്നും ശബരിമലയുടെ ചീഫ് കോർഡിനേറ്ററായ MR അജിത് കുമാറിനെ മാറ്റി നിർത്തിയിരുന്നു. അദ്ദേഹത്തോട് തൽക്കാലം ആ യോഗത്തിൽ പങ്കെടുക്കേണ്ട എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചത്. അപ്പോൾ തന്നെ ആ സന്ദേശം വ്യക്തമായിരുന്നു. MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുമെന്നുള്ള സന്ദേശം വ്യക്തമായിരുന്നു. ഇപ്പോൾ എന്തായാലും ആ തീരുമാനം വന്നിരിക്കുന്നു. MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയിരിക്കുന്നു. ലിബീഷ്, പകരം ആര് എന്ന ചോദ്യം ഇപ്പോഴും തുടരുകയാണ്. മനോജ് എബ്രഹാമിനാണ് ക്രമസമാധാനത്തിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ ക്രമസമാധാനത്തിന്റെ ചുമതല നൽകിയിരിക്കുന്നു. ADGP MR അജിത് കുമാറിനെ ബറ്റാലിയൻ ADGP ആയാണ് അദ്ദേഹത്തിന് സ്ഥാനചലനം നൽകിയിരിക്കുന്നത്. മനോജ് എബ്രഹാം ആയിരിക്കും ഇനി സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP. മനോജ് എബ്രഹാം തന്നെ ഈ ADGP MR അജിത് കുമാറിനെതിരെയുള്ള ചില കേസുകളുടെ അന്വേഷണത്തിനും നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അജിത് കുമാറിനെതിരെ ADGP മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ADGP H വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. വിജിലൻസ് DGP ആയ യോഗേഷ് ഗുപ്തയുടെ നേതൃത്വത്തിലും മറ്റൊരു അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ADGP MR അജിത് കുമാർ ഇനി സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയിലില്ല. വളരെ നീണ്ട വിവാദങ്ങൾക്ക് ശേഷമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ വിവാദങ്ങളുടെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ടാണ്. RSS നേതാക്കളുമായി ADGP MR അജിത് കുമാർ തൃശ്ശൂരിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ആരോപണം ഉന്നയിച്ചത്. RSS നേതാവ് ദത്താത്രേയ ഹൊസബള്ളയെ തൃശ്ശൂരിൽ ADGP MR അജിത് കുമാർ സന്ദർശിച്ചു. ഔദ്യോഗിക കാർ ഒഴിവാക്കി സ്വകാര്യ വാഹനത്തിലാണ് ADGP ദത്താത്രേയ ഹൊസബള്ളയെ കണ്ടത്. RSS നേതാവ് ജയകുമാറിനൊപ്പമാണ് കണ്ടത്. ഈ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ചത്. അതിനുശേഷമാണ് തിരുവനന്തപുരത്ത് RSS നേതാവായ റാം മാധവുമായി ADGP കൂടിക്കാഴ്ച നടത്തിയ വിവരം പുറത്തു വന്നത്. പിന്നീടാണ് PV അൻവർ MLA ഈ ആരോപണങ്ങൾക്ക് ഒരു ഗതിവേഗം പകർന്നുകൊണ്ട് വളരെ ശക്തമായ രൂക്ഷ
രൂക്ഷമായ ആരോപണങ്ങൾ അന്ന് ഭരണകക്ഷി MLA ആയിരുന്ന PV അൻവർ കഴിഞ്ഞ ഒരു മാസം മുൻപ് 32 ദിവസം മുൻപ് PV അൻവറിനെതിരെ ഉന്നയിച്ചത്. ആ ആരോപണങ്ങളിൽ സ്വർണ്ണക്കടത്തുണ്ട്, കൊലപാതകമുണ്ട്, അങ്ങനെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ആ ആരോപണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടു. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് ആ അന്വേഷണം നടത്തിയത്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വളരെ ശക്തമായൊരു സമ്മർദ്ദത്തിലായിരുന്നു. CPI അജിത് കുമാറിനെ മാറ്റിയേ തീരൂ എന്നുള്ളൊരു നിലപാടിൽ ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അന്വേഷണം നടക്കട്ടെ, റിപ്പോർട്ട് വരട്ടെ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ തുടക്കം മുതലുള്ള നിലപാട്. ആ റിപ്പോർട്ട് ഒടുവിൽ വന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രിക്ക് കൈവിടേണ്ടി വന്നിരിക്കുന്നു. എന്തിനാണ് അജിത് കുമാർ RSS നേതാക്കളെ കണ്ടത് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമായിട്ടില്ല. പ്രതിപക്ഷ നേതാവ് ആരോപിച്ചത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് അജിത് കുമാർ അവിടെ തൃശ്ശൂരിൽ RSS നേതാവ് ദത്താത്രേയ ഹൊസബല്ലയെ കണ്ടതെന്നാണ്. തൃശ്ശൂരിൽ BJPയെ ജയിപ്പിക്കാൻ ഒരു ധാരണയുണ്ടാക്കി. അതോടൊപ്പം തന്നെ ഈ കരുവന്നൂർ കേസിലടക്കം, മുഖ്യമന്ത്രിക്കെതിരെയുള്ള ലാവ്ലിൻ കേസിലടക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഉദാരമായൊരു സമീപനമുണ്ടാക്കാൻ, BJPയുമായൊരു ധാരണയുണ്ടാക്കാൻ ADGP MR അജിത് കുമാറിനെ മുഖ്യമന്ത്രിയുടെ ദൂതനായാണ് ദത്താത്രേയ ഹൊസബല്ലയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടതെന്നുള്ള ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞാണ് തൃശ്ശൂർ പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ട സംഭവം ഉണ്ടായത്. തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്ത് ADGP MR അജിത് കുമാർ അവിടെ ഉണ്ടായിരുന്നു. ആ പൂരത്തിൻ്റെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും വളരെ ഗുരുതരമായ വീഴ്ചയുണ്ടായി. പൂരത്തിൻ്റെ പല ചടങ്ങുകളും മുടങ്ങുന്ന തരത്തിലുള്ള സമീപനം അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകൻ സ്വീകരിച്ചു. അങ്കിത് അശോകന് മാത്രമായി അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ എന്നുള്ള വളരെ ഗുരുതരമായൊരു ചോദ്യം ഉയർന്നു വന്നു. ADGP ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഒരു സമ്മതമോ അറിവോ ഇല്ലാതെ ഒരു പോലീസ് കമ്മീഷണർക്ക് അത്തരത്തിലുള്ള വളരെ ശക്തമായൊരു നടപടി ഭക്തജനങ്ങൾക്ക് നേരെ എടുക്കാൻ സാധിക്കുമെന്നുള്ളൊരു ചോദ്യം ഉയർന്നു വന്നിരുന്നു. തൃശ്ശൂർ പൂരം അലങ്കോലമായത് എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കലാണ്. അന്ന് തൃശ്ശൂരിൽ മത്സരിച്ചത് CPI സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാർ, BJPയുടെ സുരേഷ് ഗോപി, കോൺഗ്രസിൻ്റെ K മുരളീധരൻ എന്നിവർ തമ്മിലുള്ള വളരെ ശക്തമായൊരു ത്രികോണ മത്സരമാണ് തൃശ്ശൂരിൽ നടന്നത്. പക്ഷേ സുരേഷ് ഗോപി അവിടെ നിന്ന് ജയിച്ചു കയറുകയായിരുന്നു. VS സുനിൽകുമാർ ഈ കാര്യത്തിൽ CPIയുടെ നിലപാട് വളരെ ശക്തമായി തന്നെ വ്യക്തമാക്കുകയുണ്ടായി. പൂരം അലങ്കോലമാക്കിയതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് CPI തുടക്കം മുതൽ തന്നെ ആരോപണം ഉന്നയിച്ചു. അവരുടെ നേതൃയോഗങ്ങളിലെല്ലാം തന്നെ ഈ ആരോപണം ചർച്ചയായി. CPIയുടെ സംസ്ഥാന നേതാക്കൾ തന്നെ ആരോപണം ഉന്നയിച്ചു. ആ രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തണം എന്നുള്ളൊരു നിർദ്ദേശം, ഒരു ആവശ്യം CPI ഉന്നയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ADGP MR അജിത് കുമാറിനെ തന്നെയാണ് ഈ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയത് എന്നുള്ളതാണ് അതിലെ ഏറ്റവും വൈരുദ്ധ്യാത്മകമായ കാര്യം. ADGP MR അജിത് കുമാറിനോട് 2 ആഴ്ചയ്ക്കകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ 5 മാസം കഴിഞ്ഞിട്ടും അത്തരത്തിലൊരു റിപ്പോർട്ട് സർക്കാരിന് അദ്ദേഹം സമർപ്പിച്ചിരുന്നില്ല. ഒടുവിൽ മുഖ്യമന്ത്രി അന്ത്യശാസനം നൽകിയതിന് ശേഷമാണ് MR അജിത് കുമാർ അങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിലാകട്ടെ അങ്കിത് അശോകൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളും തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ വീഴ്ചകളും ഒക്കെയാണ് അദ്ദേഹം നിരത്തിയത്. തൻ്റെ അക്കാര്യത്തിലുള്ള ഇടപെടലുകളൊന്നും തന്നെ ആ റിപ്പോർട്ടിൽ പരാമർശിക്കുകയുണ്ടായില്ല. ഈ റിപ്പോർട്ടിൽ CPIയോ പ്രതിപക്ഷമോ തൃപ്തരായില്ല. തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയതിൽ വിശദമായ അന്വേഷണം വേണം, അതിൽ MR അജിത് കുമാറിൻ്റെ പങ്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടാണ് അവർ പങ്കുവച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ത്രിതല അന്വേഷണത്തിന് സർക്കാർ വീണ്ടും ഉത്തരവിട്ടിരിക്കുന്നത്. 3 തരത്തിലുള്ള അന്വേഷണം തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയതിൽ നടക്കുന്നുണ്ട്. അതിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച അന്വേഷിക്കുന്നുണ്ട്, രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ആ അന്വേഷണത്തിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരു ത്രിതല അന്വേഷണം തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ, ആ വിവാദത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നടന്നു വരികയാണ്. ഇതിനിടയിലെല്ലാം തന്നെ ഈ അന്വേഷണങ്ങളെല്ലാം നടക്കുമ്പോഴും ഈ അന്വേഷണത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന MR അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സർക്കാരിന്, CPMന് വെല്ലുവിളിയായത്. CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലടക്കം ഇക്കാര്യം ചർച്ചാ വിഷയമായി. അപ്പോഴെല്ലാം മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെങ്കിൽ വളരെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കണം, ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് വേണം, റിപ്പോർട്ട് വരട്ടെ, റിപ്പോർട്ട് എതിരാണെങ്കിൽ എത്ര ഉന്നതനായാലും നടപടിയെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി CPM സംസ്ഥാന കമ്മിറ്റിയെ അറിയിച്ചത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ആ ഒരു അഭിപ്രായമാണ് മാധ്യമങ്ങളോടും പങ്കുവച്ചത്. എന്തായാലും ഒടുവിൽ DGP ആ വിശദമായ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി ബറ്റാലിയൻ ADGP ആക്കി മനോജ് എബ്രഹാമിന് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതല നൽകിയിരിക്കുന്നു. ലിബീഷ്, ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിലാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. കൂടാതെ തന്നെ ADGPയുടെ ഈ ഒരു മാറ്റം സ്ഥാനചലനങ്ങളിൽ മാത്രം ഒതുങ്ങുമോ, അതോ വരും ദിവസങ്ങളിൽ, മണിക്കൂറുകളിൽ പ്രതിപക്ഷത്തിന് ഉൾപ്പെടെ എങ്ങനെയായിരിക്കും ഈ ഒരു സ്ഥാനചലനത്തിനെ വിലയിരുത്തുക?
സ്ഥാനചലനത്തിൽ തന്നെ ആ മാറ്റം ഒതുങ്ങും. കാരണം മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥനാണ് ADGP MR അജിത് കുമാർ. അദ്ദേഹത്തിനെതിരെ അത്ര കടുത്ത നടപടികളിലേക്ക് ഇനി എന്തായാലും നീങ്ങാൻ സാധ്യതയില്ല. ഇക്കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, നാളെ നിയമസഭ സമ്മേളിക്കാനിരിക്കുകയാണ്. നാളത്തെ സഭാ സമ്മേളനത്തിന്, നാളത്തെ സഭയിൽ മന്ത്രിമാർക്ക്, CPI മന്ത്രിമാർക്ക്, MLA മാർക്ക് ഒക്കെ എത്തണമെങ്കിൽ MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയേ തീരുകയുള്ളായിരുന്നു. അക്കാര്യത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് മുഖ്യമന്ത്രി തന്നെ ഈ ഒരു ഉറപ്പ് നൽകിയിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാത്രി തന്നെ ഈ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. അജിത് കുമാറിനെതിരെ മറ്റ് നടപടികളിലേക്ക് എന്തായാലും ഇപ്പോൾ നീങ്ങിയിട്ടില്ല. അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി ബറ്റാലിയൻ ADGP ആയിരിക്കുന്നു. ഈ ഒരു നടപടിയിൽ CPI എന്തായാലും അവർ തൃപ്തരാകും, പ്രതിപക്ഷം തൃപ്തരാകില്ല. അവരെ സംബന്ധിച്ച് വളരെ ശക്തമായ നടപടി ADGP MR അജിത് കുമാറിനെതിരെ എടുക്കണമെന്നുള്ളൊരു ആവശ്യം നാളെ നിയമസഭയിലും ഉന്നയിക്കും. ഈ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ADGP MR അജിത് കുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നുള്ളൊരു ആവശ്യം നാളെ പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കും. CPI അവർ ഉള്ളുകൊണ്ട് തൃപ്തരല്ലെങ്കിൽ പോലും ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയതിൽ പിടിച്ചു നിൽക്കാനായിരിക്കും CPIയുടെ ശ്രമം. അവരുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടു. ആ അംഗീകരിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം അവർ മറ്റ് കടുത്ത നടപടികളിലേക്കോ അല്ലെങ്കിൽ കടുത്ത വിമർശനങ്ങളിലേക്കോ ഒന്നും പോകാതെ CPI തൃപ്തരായിരിക്കുമ്പോഴും പ്രതിപക്ഷത്തെ തൃപ്തരാക്കാൻ പോകുന്ന ഒരു സംഗതിയും ഇക്കാര്യത്തിലില്ല. അവർ അവരുടെ നിലപാടുകളുമായി വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചാണെങ്കിൽ നാളെ നിയമസഭയിൽ ഈ വിഷയത്തിൽ എന്തായാലും ഒരു അടിയന്തര പ്രമേയത്തിന് സാധ്യതയുണ്ട്. അതിൽ മറുപടി പറയേണ്ടി വരും. ആ മറുപടിയിൽ മുഖ്യമന്ത്രിക്കും പിടിച്ചു നിൽക്കാവുന്ന രീതിയിൽ ADGP MR അജിത് കുമാറിനെ മാറ്റി എന്നുള്ളൊരു കാര്യം അദ്ദേഹത്തിന് സഭയെ അറിയിക്കാൻ കഴിയും. ഒരു ഉദ്യോഗസ്ഥനെതിരെ വളരെ വിശദമായി തന്നെ അന്വേഷണം നടത്തി. ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നടപടിയെടുത്തു എന്നുള്ളൊരു കാര്യം മുഖ്യമന്ത്രിക്ക് നാളെ സഭയിൽ കൃത്യമായിട്ടും ഉന്നയിക്കാൻ കഴിയും. അങ്ങനെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ളൊരു നിലപാടിലാണ് ഇപ്പോൾ CPM രാഷ്ട്രീയ കേന്ദ്രങ്ങളുമുള്ളത്. ADGP MR അജിത് കുമാറിനെ ഈ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയതോടെ ഈ വിവാദങ്ങൾക്കെല്ലാം തന്നെ പരിസമാപ്തിയാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് CPM കേന്ദ്രങ്ങൾക്കുള്ളത്. എന്നാൽ ഈ വിവാദം അങ്ങനെയൊന്നും അവസാനിക്കുന്ന മട്ടിലല്ല ഇപ്പോൾ കാര്യങ്ങളുടെ പോക്കുള്ളത്. PV അൻവർ ഉന്നയിച്ച വളരെ ശക്തമായ ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങളിൽ മേലൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണങ്ങളുടെ റിപ്പോർട്ടുകളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസിൻ്റെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അദ്ദേഹം കവടിയാറിൽ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ADGPമാരായ മനോജ് എബ്രഹാമിൻ്റെയും അതോടൊപ്പം തന്നെ H വെങ്കടേഷിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള അന്വേഷണങ്ങൾ ഈ ADGP MR അജിത് കുമാറിനെതിരെ നടക്കുന്നുണ്ട്. ഈ അന്വേഷണങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികൾ അജിത് കുമാറിനെതിരെ വരുമോ എന്നുള്ള കാര്യമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു നടപടിയിലേക്ക് നീങ്ങില്ല എന്ന് തന്നെയാണ് CPM കേന്ദ്രങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് അടുത്ത വൃത്തങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന സൂചന. കാരണം മുഖ്യമന്ത്രിക്ക് ആ രീതിയിൽ കൈവിടാൻ പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥനല്ല MR അജിത് കുമാർ. വളരെ വിശ്വസ്തനാണ്. അതുകൊണ്ട് തന്നെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി തൽക്കാലം മുഖം രക്ഷിക്കുക, സർക്കാർ നടപടികൾ അതോടുകൂടി അവസാനിപ്പിക്കുക എന്നുള്ളതിലേക്കായിരിക്കും ഇപ്പോൾ മുഖ്യമന്ത്രിയും ലക്ഷ്യമിടുന്നത്. ശരി, ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയിരിക്കുന്നു. വിശ്വസ്തനെ കൈവിട്ടു. ബറ്റാലിയൻ ചുമതലയിൽ മാത്രം ഒതുക്കിയിരിക്കുന്നു. മനോജ് എബ്രഹാമിനാണ് ക്രമസമാധാന ചുമതല ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സർക്കാരിന്റെ ഉത്തരവ് ഉടൻ പുറത്തിറങ്ങിയേക്കും. മുഖ്യമന്ത്രി രാത്രി സെക്രട്ടേറിയറ്റിൽ ചേർന്ന യോഗത്തിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. നടപടി DGPയുടെ റിപ്പോർട്ടിന് പിന്നാലെ തന്നെയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ലബീഷ്.